ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ PYQ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ സീരീസിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയൊരു ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, അതൊരു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കിനി വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ അതേ സിലബസിൽ നടന്ന ഒരു പരീക്ഷയായിരുന്നു അത്. പക്ഷേ അത് മലയാളത്തിലായിരുന്നു. പക്ഷേ അതേ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണത്. സോ അതിൻ്റെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ അടുത്തൊരു 10 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ടു പാർട്ട് 29 വീഡിയോ. തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. യെസ്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിലവിൽ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ ഓർഡറായിട്ട് വെച്ചിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ്, അതേപോലെ ഫോളോ ചെയ്യുന്നൊരു പ്ലേലിസ്റ്റ് കൂടിയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കൊരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി പറ്റും, ദെൻ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽസ് ഫോളോ ചെയ്യണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഞാനൊരു വീഡിയോ സീരീസിൽ ഞാൻ പറയുന്നുണ്ടാവും. സോ സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. നിലവിൽ പഠിച്ച് റിവിഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ ഏത് രീതിയിൽ ചെയ്യണമെന്നും അതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് സെൽഫ് അസസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള സെക്ഷനിൽ നിന്ന് സാധാരണയായിട്ട് 2 or 3 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ? ഒരു ലെഡ് ആസിഡ് സെൽ തുടർച്ചയായി ദീർഘനേരം ചാർജ് ചെയ്താൽ ഉണ്ടാവുന്ന തകരാർ ഡാഷ് ആണ്. ഓക്കെ, ഒരു ലെഡ് ആസിഡ് സെല്ല് ഒരു സെക്കൻഡറി സെല്ലാണ് അല്ലേ ലെഡ് ആസിഡ് സെല്ല്, സെക്കൻഡറി സെല്ലാണ് ലെഡ് ആസിഡ് സെല്ല്. നമ്മൾ സാധാരണയായിട്ട് ഈ ഇൻവേർട്ടർ ബാറ്ററിയിലും കാറിലും ബൈക്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന, ബസ്സിലും അല്ലെ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ലെഡ് ആസിഡ് സെല്ല്. അത് തുടർച്ചയായി ദീർഘനേരം ചാർജ് ചെയ്താൽ ഉണ്ടാവുന്ന തകരാർ ആണ് ഡാഷ്. സെഡിമെൻറ്റേഷൻ, ക്ലോറിനേഷൻ, സൾഫേഷൻ, ലോക്കൽ ആക്ഷൻ. സോ നിങ്ങൾ ഈ പറയുന്ന ലോക്കൽ ആക്ഷനും ദെൻ സൾഫേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലെഡ് ആസിഡ് സെല്ല് ഡിസ്കസ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. സോ സെഡിമെൻറ്റേഷനും ക്ലോറിനേഷനും ഒന്നും എന്തായാലും അല്ല, അത് നമ്മുടെ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. ദെൻ സെഡിമെൻറ്റേഷൻ, എന്തെങ്കിലും ഒരു സാധനം സെഡിമെൻറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. നമ്മളൊരു സൾഫേഷൻ എന്നുള്ളൊരു ടേം പഠിക്കുന്നുണ്ട്. കൂടുതൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ, മുഴുവനായിട്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലെഡ് സൾഫേറ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററിയുടെ താഴെ അതിങ്ങനെ അടിഞ്ഞു കിടക്കും. അതിന് പറയുന്ന പേര് സൾഫേഷൻ എന്നാണ് അല്ലേ. സോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ലോക്കൽ ആക്ഷനും പഠിച്ചിട്ടുണ്ട്. ലോക്കൽ ആക്ഷൻ എന്താ? യെസ്, ഒരു ഇലക്ട്രോണിന് ചുറ്റും ഒരു ഹൈഡ്രജൻ്റെ ഒരു കവറിങ് വരുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോക്കൽ ആക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ആണോ എന്നാണ് ഡൗട്ട്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു ലെഡ് ആസിഡ് സെൽ തുടർച്ചയായി ദീർഘനേരം ചാർജ് ചെയ്താൽ ഉണ്ടാവുന്ന തകരാർ, അങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? തുടർച്ചയായി ദീർഘനേരം ചാർജ് ചെയ്താൽ, യെസ്, കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ എന്താണ്, സൾഫേഷനോ ലോക്കൽ ആക്ഷനോ ഒന്നും അല്ല. അതെന്താണ്, അത് നമ്മുടെ ബക്ലിംഗ് ആണല്ലേ. ബക്ലിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബക്ലിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പ്ലേറ്റുകൾ വളയാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ട് ബക്ലിംഗ്, ദി ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ എടുത്തത് ഈ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. ഓവർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിനും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റും ടെമ്പറേച്ചർ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബക്ലിംഗ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലേറ്റുകൾ, ഇലക്ട്രോഡുകൾ എന്ത് ചെയ്യും, അത് ബെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് നമ്മുടെ ബാറ്ററി നോക്കുന്ന സമയത്തൊന്ന് ബൾജ് ചെയ്ത പോലെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ബക്ലിംഗ്. സോ അത് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടേ ഇല്ല അല്ലേ. ഇനി ബക്ലിംഗ് ആണെങ്കിൽ കൂടി അവിടെ ടേം വരേണ്ട എന്താ, ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ മാത്രമേ ബക്ലിംഗും പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ലോക്കൽ ആക്ഷൻ. ഇൻ സിമ്പിൾ വോൾട്ടായിക് സെൽ, ഓക്കെ, വോൾട്ടായിക് സെല്ലിൻ്റെ കേസിൽ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ആർ സീൻ ടു ഇവോൾവ് ഫ്രം ദി സിങ്ക് പ്ലേറ്റ് ഈവൻ ഓൺ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ കൂടി എന്താണ്, ഒരു ഹൈഡ്രജൻ്റെ ബബിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ലോക്കൽ ആക്ഷൻ ആണ്. അതിൻ്റെ കാരണം എന്താണ്, ലോക്കൽ ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട പോയിന്റ്, അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം, പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ,
നമ്മുടെ ഈ ഒരു ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായാലാണ് ഈ പറയുന്ന ലോക്കൽ ആക്ഷൻ ഉണ്ടാവുക. എന്താണ്, എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണ്? കാർബൺ, അയേൺ, ലെഡ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവുകയാണെങ്കിൽ യെസ് ലോക്കൽ ആക്ഷൻ സംഭവിക്കും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് പ്യുവർ സിങ്ക് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുക. പക്ഷേ പ്യുവർ ആയിട്ടുള്ള സിങ്ക് യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നത്. So this forms small local cells on the zinc plate and reduces the strength of the current of the cell. Okay, അതാണ് ലോക്കൽ ആക്ഷൻ. ഇനി സൾഫേഷൻ എന്താ? എക്സസ് ടെമ്പറേച്ചർ വിൽ കോസ് മോർ സൾഫേഷൻ ആൻഡ് ബക്ലിംഗ് ഓഫ് ദി പോസിറ്റീവ് പ്ലേറ്റ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഡ് ആസിഡ് സെല്ലിനകത്ത് തിളക്കുന്ന സൗണ്ട് കേൾക്കും. ഇങ്ങനെ ഒരു തിളക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് എന്തിനൊക്കെ കാരണമാവും? സൾഫേഷനും കാരണമാവും, അതേപോലെ ബക്ലിങ്ങിനും കാരണമാവും. എന്താണ് സൾഫേഷൻ നോക്കിയാലോ, എന്താണ് ബക്ലിംഗ് നോക്കിയാലോ? ബക്ലിംഗ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലേ. സൾഫേഷൻ എന്താ? ഓവർ ഡിസ്ചാർജിങ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓവർ ഡിസ്ചാർജിങ് കാരണമാണ് സൾഫേഷൻ ഉണ്ടാവുക, അല്ലാതെ ഓവർ ചാർജിങ് കാരണമല്ല കേട്ടോ. നിർബന്ധമായിട്ട് സൾഫേഷൻ ഉണ്ടാവേണ്ടത് എന്താ? ഡിസ്ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഒരു ലെഡ് ആസിഡ് സെല്ല് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ നാളുകൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെല്ല് ഡിസ്ചാർജ് ആവും അല്ലേ. യെസ്, അപ്പോൾ അതാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. ഓവർ ഡിസ്ചാർജിങ് ഓർ ദി സെൽ ബീങ് ലെഫ്റ്റ് ഇൻ എ ഡിസ്ചാർജ് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഒരു സെല്ല് ഡിസ്ചാർജ് ആയ കണ്ടീഷനിൽ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കാർ എടുത്തോ, ഒരു വാഹനം. ആ വാഹനം നിങ്ങൾ കുറേ കാലം യൂസ് ചെയ്യാതെ വെച്ചു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ സെല്ല് മുഴുവനായിട്ട് ഡെഡ് ആയിട്ടുണ്ടാവും അല്ലേ. സെല്ല് മുഴുവൻ ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ആംപിയർ അവർ കപ്പാസിറ്റിയാണ് നമ്മൾ സെല്ലിൻ്റെ കപ്പാസിറ്റി പറയുക. അത് മുഴുവനായിട്ട് കുറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ സെൽ വോൾട്ടേജും കുറഞ്ഞിട്ടുണ്ടാകും. സെൽ വോൾട്ടേജ് 0 എന്നാവില്ല കേട്ടോ. ഇപ്പോൾ ഒരു 12 വോൾട്ട് സെല്ലാണെങ്കിൽ ഫുള്ളി ചാർജഡ് ആണെങ്കിൽ 14.2 അല്ലെങ്കിൽ 13.2 അല്ലെങ്കിൽ 12.6 ഒക്കെയാണ് അതിൻ്റെ വോൾട്ടേജ് ഉണ്ടാവുക. ദെൻ ഫുള്ളി ഡിസ്ചാർജഡ് ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം 10 വോൾട്ടിൽ താഴെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകും. 10.2 ഒക്കെ ആയിട്ടുണ്ടാകും. അത് ഫുള്ളി ഡിസ്ചാർജഡ് ആണെങ്കിലും ഒരു 2 വോൾട്ട് സെല്ല് ഒരു 1.8 ഒക്കെ കാണിക്കും കേട്ടോ. 1.8, 1.6 ഒക്കെ കാണിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. So both electrodes and sulfation on both electrodes and offers high internal resistance. The sulfation can be removed by recharging the cell for a long period at a low rate called trickle charging. So trickle charging എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സെല്ല് കുറേ നാളുകളൊക്കെ യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ട്രിക്കിൾ ചാർജിങ് ചെയ്യേണ്ടി വരും. അതായത് കുറേ നേരത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും, ലോ റേറ്റിൽ, കറണ്ട് റേറ്റിംഗ് ലോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് സൾഫേഷനോ ലോക്കൽ ആക്ഷനോ നമ്മുടെ ആൻസറായിട്ട് വരുമോ? ഇല്ല, സൾഫേഷനും ലോക്കൽ ആക്ഷനും നമ്മുടെ ആൻസറായിട്ട് വരില്ല അല്ലേ. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം ഡിലീറ്റഡ് ആണ്. ആദ്യത്തെ പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ വരുന്ന സമയത്ത് അവിടെ സി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൾഫേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? യെസ്, സൾഫേഷൻ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ്? സൾഫേഷൻ എന്ന് പറയുന്നത് എന്താ? യെസ്, ഓവർ ഡിസ്ചാർജിങ് ആണല്ലേ. ഓവർ ഡിസ്ചാർജിങ് മൂലം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ ചോദ്യം എന്താ ചോദിച്ചേ? യെസ്, ഒരു ലെഡ് ആസിഡ് സെല്ല് തുടർച്ചയായി ദീർഘനേരം ചാർജ് ചെയ്താൽ ഉണ്ടാവുന്ന തകരാറാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്. അപ്പം ചോദ്യം തെറ്റാണ്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഓർത്ത് വെക്കണം. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്ലേറ്റ് വളയുന്ന തകരാർ ഡാഷ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് എന്തായിരുന്നു പരിപാടി? അത് ബക്ലിംഗ് ആണ് അല്ലേ. ഇത് ബക്ലിംഗ് ആണ്. ബക്ലിംഗ് ഉണ്ടാവാൻ കാരണം എന്താ? യെസ്, നമ്മൾ ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഓക്കെ, ഓവറായിട്ട് ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ബക്ലിംഗ് ഉണ്ടാവും. അത് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ കാരണമായിട്ടുണ്ടാകുന്നതാണ്. അതേപോലെ കൂടുതൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെഡ് സൾഫേറ്റൊക്കെ അടിഞ്ഞു കൂടും. ആ ലെഡ് സൾഫേറ്റിന് കൂടുതൽ സ്ഥലം വേണം താനും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ട്രോഡിന് നിൽക്കാൻ മാത്രമുള്ള സ്ഥലം അവിടെ ഉണ്ടാവുകയും ചെയ്യില്ല കേട്ടോ. സോ അതൊക്കെ ഈ ബക്ലിങ്ങുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഗ്യാസിങ്, സെഡിമെൻറ്റേഷൻ, സൾഫേഷൻ. ബക്ലിംഗ് ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണല്ലോ. യെസ്, നെക്സ്റ്റ് പോവാം. ഓപ്പൺ സർക്യൂട്ട്, ഒരു ഓപ്പൺ സർക്യൂട്ടിലെ പരമാവധി റെസിസ്റ്റൻസ് വാല്യൂ എത്രയാകാം? ഓക്കെ, ഒരു ഓപ്പൺ സർക്യൂട്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോഴ്സ് അല്ലേ, ഒരു സോഴ്സ്, ദെൻ നമ്മളതിന് സോഴ്സിൽ ഒരു ലോഡ് കണക്ട് ചെയ്തു. ഓക്കെ, ഇതൊരു ലോഡ് കണക്ട് ചെയ്തു അല്ലേ. അപ്പം ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ സർക്യൂട്ട് കറണ്ട് അല്ലേ. നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ ഒരു 10 വോൾട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ലോഡ് ഇപ്പോൾ ഒരു 2 ഓം ആണെങ്കിൽ ഒരു 5 ആംപിയർ കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യും. സപ്പോസ് നമ്മളിവിടെ ഓപ്പൺ സർക്യൂട്ട് ആക്കിയെന്ന് വിചാരിച്ചോ, ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ ആക്കി. ഓപ്പൺ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? യെസ്, അവിടെ ലോഡില്ല അല്ലേ, അവിടെ ഒരു ലോഡില്ല. അപ്പോൾ നേരെ നമ്മുടെ സപ്ലൈ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ എത്രയാണോ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും.
ചോദിച്ചെന്താ റെസിസ്റ്റൻസ് വാല്യൂ ആണ് ചോദിച്ചത് അല്ലേ. സോ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് അതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടോ? ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ഇല്ല. എന്തുകൊണ്ട്? ആ കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണം. സോ കറണ്ട് ഫ്ലോ ഇല്ല മീൻസ് കറണ്ട് നിയർലി റീച്ചസ് ടു സീറോ അല്ലേ. കറണ്ടിൻ്റെ വാല്യൂ സീറോ ആണ്, ആക്ച്വലി സീറോ ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ. കറണ്ട് സീറോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കണം. ഇറ്റ് ഷുഡ് അപ്രോച്ച് എ വാല്യൂ ഓഫ് ഇൻഫിനിറ്റി അല്ലേ. ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ അപ്രോച്ച് ചെയ്യണം. യെസ്, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലോ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കും. ഷോർട്ട് സർക്യൂട്ട് മീൻസ് എന്താ? യെസ്, അത് ഷോർട്ടഡ് ആണ്, ഡെഡ്ലി ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിയർലി ഈക്വൽ ടു സീറോ ആയിരിക്കും, അപ്രോച്ചസ് ടു സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ കറണ്ട് ആയിരിക്കും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലോ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 0 ഓം അല്ല, 0 ഓം എന്ന് പറയുന്നത് എന്താ? അത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിലെ റെസിസ്റ്റൻസ് ആണ്. 1 ഓം അല്ല, 100 ഓമും അല്ല, ഇൻഫിനിറ്റി അല്ല. ഇൻഫിനിറ്റി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. താഴെ പറയുന്നതിൽ താപനില കൂടുന്നതിന് അനുസരിച്ച് റെസിസ്റ്റൻസ് വർദ്ധിക്കുന്ന റെസിസ്റ്റർ ഏതാണ്? ഓക്കെ, റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എങ്ങനെയാണ് റെസിസ്റ്ററിൻ്റെ കളർ കോഡ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന എല്ലാതരം റെസിസ്റ്ററിനെ കുറിച്ച് പറയും. ദെൻ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട് കുറച്ച്. PTC, NTC, ദെൻ VDR. VDR എന്താ? വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് VDR കേട്ടോ. വോൾട്ടേജ് മാറുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റർ മാറും. ദെൻ LDR എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. LDR സെൻസർ എന്തായിരിക്കും? അത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ലൈറ്റ് പ്രകാശം വന്ന് പതിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ്. ദെൻ PTC പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള റെസിസ്റ്റർ. ദെൻ NTCയോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള റെസിസ്റ്റർ. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? യെസ്, ടെമ്പറേച്ചർ കൂടും തോറും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവും കൂടും. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് റെസിസ്റ്റർ. ദെൻ NTCൻ്റെ കേസിൽ എന്തായിരിക്കും? അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ കുറയും. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. ദെൻ PTC റെസിസ്റ്ററിൻ്റെ വേറെ പേരാണ് സെൻസിസ്റ്റേഴ്സ്. ഓക്കെ, NTC ആണെങ്കിലോ അത് തെർമിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. NTCയുടെ വേറൊരു പേര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ വാരിസ്റ്റർ ആണ് നമ്മുടെ VDR കേട്ടോ. VDR എന്ന് പറയുന്നത് എന്താ? വാരിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അതൊക്കെ ഓർത്ത് വെക്കുക. ഇവിടെ ചോദിച്ചത് താപനില കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വർദ്ധിക്കുന്ന റെസിസ്റ്റർ ഏതാണ്? ഓക്കെ, സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസും കൂടണം. അപ്പോൾ ഏത് രീതിയിലായിരിക്കണം? പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആയിരിക്കണം. അതെന്താ? PTC. ഓക്കെ, ഓപ്ഷൻ എ വളരെ ഈസിയാണ്. സോ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, PTC റെസിസ്റ്റർ. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് പോവാം. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത് ഏത് ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തായിരിക്കും? ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മുടെ ഇലക്ട്രോലിസിസിലെ ഇലക്ട്രോലിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാം ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി? ഒരു മെറ്റൽ പീസ് എടുത്ത് വിചാരിച്ചു. ഇപ്പോൾ ഒരു അയൺ പീസ് ഉണ്ട് വിചാരിച്ചു. ഈ അയൺ പീസിൻ്റെ മേലെ എനിക്ക് ഗോൾഡ് എനിക്കിങ്ങനെ കോട്ട് ചെയ്യണം. ഓക്കെ, ഗോൾഡ് കോട്ട് ചെയ്യണം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമ്മൾ ഇലക്ട്രോലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെറ്റലിൻ്റെ സർഫേസിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന ഒരു പരിപാടിക്ക് പറയുന്നവരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പം നമ്മൾ പറയാറില്ലേ GI പൈപ്പ് അല്ലെ, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ GI യൂസ് ചെയ്യുന്നത്? യെസ്, കൊറോഷൻ കുറയ്ക്കാൻ, അയണിൻ്റെ കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഈ പറയുന്ന അയണിൻ്റെ മേലെ ഗാൽവനൈസ് ചെയ്യും. ഗാൽവനൈസ് എന്താ? നമ്മളൊരു സ്റ്റീലിൻ്റെയോ അയണിൻ്റെയോ മേലെ സിങ്ക് കോട്ടിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്നവരാണ് ഗാൽവനൈസേഷൻ. ഓക്കെ, അപ്പോൾ സിങ്ക് അവിടെ ചെയ്യുന്നത് എന്തായിരിക്കും? യെസ്, സിങ്ക് അയണിൻ്റെ മേലെ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിമായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അയൺ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റീൽ മെറ്റീരിയൽ കൊറോഷൻ സംഭവിക്കുന്നത് ഈ സിങ്ക് മെറ്റീരിയൽ തടയും. ഓക്കെ, യെസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത് ഏത് എഫക്റ്റ് മൂലമാണ്? മാഗ്നറ്റിക് ഹീറ്റിംഗ്, കെമിക്കൽ ഷോക്ക് എഫക്റ്റോ? ഓക്കെ, ആൻസർ എന്താ? കെമിക്കൽ എഫക്റ്റ് ആണ് കേട്ടോ. കെമിക്കൽ എഫക്റ്റ് കാരണമാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത്. ഓക്കെ അല്ലേ? യെസ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക? നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ.
ഒരു ലോഡിന് സീരീസായി ഘടിപ്പിക്കാവുന്ന ഉപകരണം. ഓക്കെ, അതായത് താഴെ പറയുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വോൾട്ട് മീറ്റർ അല്ല. എന്തുകൊണ്ടാണ്? വോൾട്ട് മീറ്റർ നമ്മളെപ്പോഴും ഒരു ലോഡിന് പാരലായിട്ടല്ലേ കണക്ട് ചെയ്യുക. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് അക്രോസുള്ള വോൾട്ടേജ് എത്രയാണെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ, അറിയാൻ വേണ്ടി പറ്റുള്ളൂ. യെസ്, ഇപ്പം നമുക്കൊരു 6 ഫേസിന് അക്രോസുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് നമ്മളിങ്ങനെ കണക്ക് കൂട്ടുക. യെസ്, അതിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് കണക്ട് ചെയ്യും. ദെൻ അമ്മീറ്റർ. യെസ്, അമ്മീറ്റർ കറക്റ്റാണ്, അല്ലേ, സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഒരു ലൈനിൽ കൂടിയുള്ള കറണ്ട് പാസ് ചെയ്യുമ്പോൾ, അല്ലെ, ഒരു കറണ്ട് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഒരു 5 ആമ്പിയർ കടന്നു പോകുന്നു വിചാരിച്ചോ, നമുക്കത് മെഷർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യണം, അല്ല, അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് അമ്മീറ്റർ. ദെൻ ഫ്രീക്വൻസി മീറ്റർ ഇവയിലൊന്നുമല്ല. ഇതെന്തായാലും അല്ല കേട്ടോ, ഇതെന്തായാലും അല്ല. ഫ്രീക്വൻസി മീറ്റർ നമ്മൾ സാധാരണയായിട്ട് കണക്ട് ചെയ്യുക വെസ്റ്റേൺ ഫ്രീക്വൻസി മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലേ, അതെന്താണ്? അത് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ, ഒരു സർക്യൂട്ടിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. 1 HP മെട്രിക് ഈസ് ഈക്വൽ ടു ഡാഷ് വാട്ട്സ്. ഓക്കെ, ഒരു HP എന്ന് പറയുന്നത് എത്ര വാട്ട്സ് ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ 1 HP എന്ന് പറഞ്ഞിട്ട് 746 വാട്ട്സ് എന്ന് പറയും, അല്ലേ, 746 വാട്ട്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ HP ഒന്നിലധികം ഡെഫിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ പറയില്ലേ, ഓരോരോ MKS സിസ്റ്റം, അല്ലെ, CGS സിസ്റ്റം എന്നൊക്കെ പറയില്ലേ. സോ മെട്രിക് സിസ്റ്റത്തിൽ അത് ഒരു വാല്യൂ ആണ്. ദെൻ വേറെ ഉള്ളത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ വേറെ വാല്യൂ ആണ്. സോ 1 HP ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ 746 വാട്ടാണ്. HP ഇൻ മെട്രിക്, ഓക്കെ, 1 HP ഇൻ മെട്രിക് എന്താണ്? 735.5 വാട്ട്സ് ആണെന്ന് ഓർത്ത് വെക്കുക. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സിയും ഡി ഒന്നുമല്ല, അല്ലേ. യെസ്, നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സാധാരണയായിട്ട് ഈ മോട്ടോറിൻ്റെ ഒക്കെ പവർ ചിലത് നമ്മൾ HP പറയുക, അല്ലേ. യെസ്, അതെന്താ? ഹാഫ് HP മോട്ടർ, അല്ലേ, ഹാഫ് HP മോട്ടർ, ദെൻ 1 HP മോട്ടർ, 2 HP മോട്ടർ നമ്മൾ പറയും, അല്ലേ. യെസ്, അപ്പോൾ എന്താണ്? അത് പവറാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് പോയാലോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ? നമ്മൾ എപ്പോഴും പഠിക്കുന്ന സെമി കണ്ടക്ടർ ഏതൊക്കെയായിരുന്നു? ഈ സിലിക്കൺ, ജെർമേനിയം, അതൊക്കെയാണ് നമ്മൾ സെമി കണ്ടക്ടറായിട്ട് പഠിക്കുന്നുണ്ടാവും, അല്ലേ. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ അലൂമിനിയം, സിൽവർ, കോപ്പർ, അതൊക്കെ കണ്ടക്ടേഴ്സാണ്, അല്ലേ, അതൊക്കെ കണ്ടക്ടേഴ്സാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെമി കണ്ടക്ടർ എന്നാണ് ചോദിച്ചത്. സോ ജെർമേനിയം, സിലിക്കൺ പോലെയുള്ളവയാണ് സെമി കണ്ടക്ടേഴ്സ്. സിൽവറും അലൂമിനിയവും കോപ്പറും ഒക്കെ എന്താണ്? ഇതൊക്കെ കണ്ടക്ടേഴ്സാണ്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോൾഡറിങ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഉപയോഗിക്കേണ്ട ആവശ്യകത എന്താണ്? ഓക്കെ, എന്തിനാണ് നമ്മൾ സോൾഡറിങ്ങിൽ ഫ്ലക്സ് യൂസ് ചെയ്യുക, അല്ലേ? താപനില ഉയർത്താൻ, താപനില കുറയ്ക്കാൻ, ഡി ഓക്സിഡേഷൻ ആൻഡ് ക്ലീനിങ് ഇവയിലൊന്നുമല്ല. സോ ഇവയിലൊന്നുമല്ല, അതെന്തായാലും അല്ല. താപനില ഉയർത്താൻ വേണ്ടിയിട്ടാണോ? അതുമല്ല, അല്ലേ. താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ടുമല്ല. ഡി ഓക്സിഡേഷനും അതേപോലെ ക്ലീനിങ്ങിനും ആയിട്ട്, ക്ലെൻസിങ്ങിനൊക്കെയാണ് നമ്മൾ സോൾഡറിങ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സോൾഡറിങ് വർക്ക് വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മനസ്സിലാക്കുക, എന്താണ് സോൾഡറിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സിൻ്റെ ഉപയോഗം? യെസ്, അത് ഡി ഓക്സിഡേഷനും ദെൻ ക്ലീനിങ്ങും, ഓക്കെ, ക്ലൻസിങ് ആക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്ത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. അതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരാണെങ്കിൽ നേരെ നിമി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഡിഫറൻറ്റ് ആപ്ലിക്കേഷനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സോൾഡറിങ് ആണ് യൂസ് ചെയ്യുക, ഏതൊക്കെ സോൾഡറിൻ്റെ കൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ജോലി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, ഇതെന്താ അറിയോ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് കണ്ടോ, അതിനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം ഇങ്ങനെ വന്നതാണ്. ജോലി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അല്ലേ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതായത് ഡി വർക്ക് ബൈ ഡി ടി, അല്ലേ, dW/dt ആണ് ചോദിച്ചത്. അതെന്താ? വർക്കിൻ്റെ ഒക്കെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്താ? അത് പവറാണ്, അല്ലേ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് പവറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം, അതാണ് നമ്മുടെ പവർ. എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ജൂൾസ് പെർ സെക്കൻഡ്, അല്ലേ, ജൂൾസ് പെർ സെക്കൻഡ്, അതാണ് നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? വർക്കിൻ്റെത് ജൂളാണ്, ദെൻ ടൈമിൻ്റെ എന്താ? സെക്കൻഡാണ്. അത് കൂടാതെ വാട്ട്സ് എന്നുള്ളത് എന്താണ്? നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. എനർജി എന്താ? ഇനി എനർജി എന്ന് പറയുന്നത്
നമ്മുടെ പവർ ഇൻറ്റു ടൈമാണ്. പവർ ഇൻറ്റു ടൈമാണ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വാട്ട് അവർ അല്ലേ, വാട്ട് അവർ, കിലോ വാട്ട് അവർ, അതൊക്കെ എന്താണ്, എനർജിയുടെ യൂണിറ്റാണ്. എനർജി കലോറിയിലും പറയും അല്ലേ, കലോറി, അതും എന്താണ്, അതും കലോറി എന്താണ്, നമ്മുടെ എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് മനസ്സിലാക്കുക. ഇലക്ട്രിക്കൽ എനർജീൻ്റെ കേസിൽ അത് കിലോ വാട്ട് അവർ ആണ് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജീൻ്റെ കേസിൽ കിലോ വാട്ട് അവർ ആണ്. ദെൻ നോർമലായിട്ട് ഫിസിക്സിലൊക്കെ പറയുന്ന എനർജിയുടെ യൂണിറ്റ് എന്താ, കലോറി, അതുകൂടി ഓർത്ത് വെക്കുക. ഇവിടെ എന്താ, ജോലി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ പറയുന്നത് എന്താ, വർക്ക് പവർ എനർജി വോൾട്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ സാധ്യത ഉണ്ട്, ഉറപ്പാണ്. പക്ഷെ നമ്മുടെ ആൻസർ എന്താ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി പവർ ആണെന്ന് മനസ്സിലാക്കുക അല്ലേ. ഇപ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്തായാലും വർക്കല്ല, ഇനി പവറോ എനർജിയോ ആണ്. സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ഡി വർക്ക് ബൈ ഡി ടി എന്താ, അത് പവർ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് തന്നെയല്ലേ ചോദിച്ചേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാത്ത ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? ഇല്ല, നിമി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള അതേ ഭാഗത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും. പ്രിപ്പയർ ചെയ്തവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും. കാരണം നമ്മൾ നോട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. സോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും. കൃത്യമായിട്ട് നിങ്ങളൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചോദ്യം കാണുന്ന സമയത്തും മനസ്സിൽ സന്തോഷം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കിട്ടും പ്രിപ്പയർ ചെയ്ത ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. സോ ഓക്കെ അല്ലേ, ഈ 10 ചോദ്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.